എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ ചൂര മീനാണ് കറി വയ്ക്കുന്നത്. 2 ചെറിയ ചൂര. നമുക്കിവിടെ മീനൊക്കെ കിട്ടാൻ പാടാണ്. അതിന് വേണ്ടി മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. മീനിലിടാൻ വേണ്ടി മാങ്ങ, മുരിങ്ങയ്ക്ക, തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടൊന്ന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. കുറച്ച് മീനേ ഉള്ളൂ. രണ്ട് ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോവാതെ ചെറു തീയിൽ ചൂടാക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കാം. തേങ്ങയുടെ പച്ച ചുവ മാറുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കുമ്പോൾ അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് അരച്ചെടുക്കണം. ഇതൊന്ന് തണുക്കട്ടെ. നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളി നമുക്കിതൊന്ന് തണുത്തപ്പോൾ അരച്ചെടുക്കാം. നമുക്കൊന്ന് പൊടിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. അരപ്പ് ഇവിടെ ശരിയായി. അല്പം പുളിയും കൂടെ ഇട്ട് അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൈ കൊണ്ട് നല്ലവണ്ണം കലക്കി കൊടുക്കണം. കൈ കൊണ്ട് കലക്കണേന്ന് നമുക്ക് ഒരു നാണക്കേടും വേണ്ട. പണ്ട് അമ്മിയിലരയ്ക്കുമ്പം കൈ കൊണ്ട് തന്നെ അരപ്പെടുക്കുകയും കലക്കുകയൊക്കെ ചെയ്യണം. ഇപ്പം മിക്സി വന്നതുകൊണ്ടാണ് ആരും കൈ കൊണ്ടെടുക്കാത്തത്. ഇട്ട് വെച്ച് കുറച്ച് വെള്ളം കൂടെ വീഴ്ത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി, കറിവേപ്പില, മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് കീറിയിട്ട് കൊടുക്കും. ഒന്ന് തിളയ്ക്കുമ്പോൾ മീനിട്ടിട്ട് നമുക്ക് മാങ്ങയും കൂടെ ഇറക്കാറാകുമ്പോൾ ഇടാം. അല്ലെങ്കിൽ മാങ്ങ വെന്ത് ഇതായിപ്പോവും. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ പറക്കി ഇടാം.
ഒരിക്കൽ കൂടി മൂടി വയ്ക്കാം. കറി ഇവിടെ നല്ലവണ്ണം തിളച്ച് വരെയാണ്. നമുക്ക് കുറച്ച് നേരം കൂടെ ഇട്ടേക്കാം. ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കിടന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരട്ടെ, എണ്ണ തെളിഞ്ഞ് വരട്ടെ. തുറന്ന് നമുക്ക് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ചിറ്റി ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില നല്ലവണ്ണം ഞെരടി അതിലിട്ട് കൊടുക്കാം. അല്പം കൂടെ കിടന്ന് എണ്ണ തെളിയട്ടെ. അതാണ്ട മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്തു. ഓഫ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം.